പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലോകത്ത് എല്ലാ വിശ്വാസികളുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ് പരിശുദ്ധ മക്കയും മദീനയും സന്ദർശിക്കുക എന്ന് പറയുന്നത്. നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മസ്ജിദുൻ നബവിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലെ ഖബർ ഷരീഫും അതുപോലെ റൗള ഷരീഫ്, മസ്ജിദുൻ നബവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അതുപോലെ തന്നെ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഈ മൂന്ന് പ്രഗൽഭ വ്യക്തികളുടെ ഖബർ ഷരീഫ് അടങ്ങുന്ന റൂമിനാണ് ഹുജറത്തു ഷരീഫ എന്ന് പറയുന്നത്. അതായത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട് അടങ്ങുന്ന ആ റൂം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മാ ബൈന ബൈത്തി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ ആ സ്വർഗത്തോപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിൻ്റെയും അതുപോലെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തിനാണ് റൗള ഷരീഫ് എന്ന് പറയുന്നത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ നിലകൊള്ളുന്ന റൂമിനല്ല റൗള ഷരീഫ് എന്ന് പറയുന്നത്. ഏതായാലും ഈ റൗള ഷരീഫും അതുപോലെ തന്നെ മസ്ജിദുൻ നബവിയും ഹുജറത്ത് ഷരീഫൊക്കെ കാണാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ഇതിൻ്റെ ചരിത്രമൊക്കെ വിശാലമാണ്. ബഹുമാനപ്പെട്ട അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹുവിൻ്റെ കീഴിൽ ജീവിച്ചിരുന്ന രണ്ട് അനാഥ ബാലന്മാരായ സഹൽ റളിയല്ലാഹു അൻഹു അതുപോലെ സുഹൈൽ റളിയല്ലാഹു അൻഹു, ഇവരുടെ ഭൂമിയായിരുന്നു മസ്ജിദുൻ നബവി നിൽക്കുന്ന സ്ഥലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ മദീനയിൽ സ്വഹാബികൾ, അൻസാരികളായ സ്വഹാബികൾ ഈ നിസ്കാരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് എത്തിയതിന് ശേഷം അവരിൽ നിന്ന് കാശ് കൊടുത്ത് ആ സ്ഥലം വാങ്ങി അവിടെ പള്ളി ഉണ്ടാക്കുകയാണ് ചെയ്തത്. പിന്നീട് ധാരാളം ഭരണാധികാരികൾ അവിടെ പല മാറ്റങ്ങളും നടത്തിയിട്ടുണ്ട്. വിശാലമായ ചരിത്രത്തിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാവുന്നതാണ്.